ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് 11 ഓട്ടോമാറ്റിക് അപ്ഗ്രേഡ് ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെ തിരിച്ച് വിൻഡോസ് 10 കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോസിന്റെ ഈ ഒരു സെർച്ച് ബാറിൽ അപ്ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് അഡ്വാൻസ്ഡ് ഓപ്ഷൻ, ഈ വിൻഡോസ് അപ്ഡേഷനിലെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നുള്ള ഈ ഒരു ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, അതിനകത്ത് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഒരു 1 വീക്കൊക്കെ നമുക്ക് ഈ ഗോ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആയി പോകും. അതിന് മുൻപ് തന്നെ നമ്മൾ ഗോ ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ വിൻഡോസ് 11 നിന്ന് 10 മാറാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് റീസൺ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു റീസൺ കൊടുക്കുക. ഞാനിവിടെ ഫോർ അതർ റീസൺ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ഡേഷൻ ചോദിക്കുന്നത് നമ്മൾ ഞാനിവിടെ നോ താങ്ക്സ് പറഞ്ഞുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇതൊന്ന് നെക്സ്റ്റ് കൊടുക്കാം. ഗോ ബാക്ക് വിൻഡോസ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവന്റെ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിൻഡോസ് 11 നിന്ന് 10 ഡീഗ്രേഡ് ആവുകയും ചെയ്യും ഈ ഒരു റീസ്റ്റാർട്ട്. ഈ റീസ്റ്റാർട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ സിസ്റ്റം വിൻഡോസ് 11 നിന്ന് 10 മാറിയിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ഡാറ്റാസ് ഒന്നും ലോസ് ആവില്ല. അതേപോലെ സെറ്റിങ്സ്, ആപ്സ് ഒന്നും റിമൂവ് ആവാതെ തന്നെ നമുക്ക് വിൻഡോസ് 11 ഓട്ടോമാറ്റിക് വിൻഡോസ് 11 നിന്ന് 10 മാറാൻ പറ്റും. ചില കേസിൽ ചില സമയത്ത് നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ടത് വിൻഡോസ് 10 ആണെങ്കിൽ കൂടി ഓട്ടോമാറ്റിക് ചിലപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വിൻഡോസ് 11 മാറാൻ ചില സിസ്റ്റങ്ങളെല്ലാം അങ്ങനെ മാറാറുണ്ട്. അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വിൻഡോസ് 10 തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഇതേപോലെ മാറാൻ പറ്റും. റീസ്റ്റാർട്ട് കംപ്ലീറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് എൻ്റെ 11 നിന്ന് നേരെ വിൻഡോസ് 10 തന്നെ മാറിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 11 നിന്ന് 10 വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് സാധിക്കും.